ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സംസരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 42. ഭാഗവത മാഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 33-ാമത്തെ ശ്ലോകം പറയണ്ടായി. പ്രേതാവാച ഗയാശ്രാദശതേനാവിമുക്തിർമേന ഭവിഷ്യതി ഉപായം അപരം കിഞ്ചിൽ തദ്വിചാരായ സാമ്പ്രതം. എത്ര തന്നെ ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് മുക്തി ഉണ്ടാകുകയില്ല. അത്ര മഹാപാപിയാകുന്നു ഞാൻ. അന്യമായ ഏതെങ്കിലും ഉപായമുണ്ടോ എന്ന് നീ തന്നെ ആലോചിക്കുക എന്ന് പ്രേതം തൻ്റെ സഹോദരസ്ഥാനീയനായ ഗോകർണനോട് പറയാം. ആ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കുക. ഇതി തദ്വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗതാ ശതശ്രാദ്ധൈ ന മുക്തിർച്ഛേത് അസാധ്യം മോചനം തവ. വായിക്കുമ്പോഴത്തെ വ്യത്യാസങ്ങൾ ഗ്രന്ഥമുള്ളവരെ ശ്രദ്ധിക്കുക. എന്താ ഇതി തദ്വാക്യമാകർണ്യ. തദ്വാക്യം എന്നാണ് കൂട്ടക്ഷരാണത്. അപ്പോൾ അതെങ്ങനെ? തദ്വാക്യം ആകർണ്യ ഗോകർണോ വിസ്മയം ഗതാ ശതശ്രാദ്ധൈ ന മുക്തിർ ചെയ്ത് അസാധ്യം മോചനം തവ. ഇപ്രകാരം പ്രേതം പറഞ്ഞത് കേട്ട ഗോകർണന് മഹാ ആശ്ചര്യം തോന്നി. 100 ഗയാശ്രാദ്ധം കൊണ്ടും നിനക്ക് മുക്തി ലഭിക്കുകയില്ലെങ്കിൽ നിന്നെ മോചിക്കുവാൻ സാധിക്കുകയില്ല. അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു പരമാവധി ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടിട്ടുള്ള സദ്വിചാരങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടും തൻ്റെ സഹോദരന് മുക്തി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ ആശ്ചര്യജനകമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ പരിധിക്ക് പുറത്താണ് കാര്യങ്ങൾ എന്ന് ഇദ്ദേഹം പറയുന്നു. 35-ാമത്തെ ശ്ലോകം. ഇദാനീം തു നിജസ്ഥാനം ആദിഷ്ടപ്രേത നിർഭയാ തന്മുക്തി സാധകം കിഞ്ചിൽ ആചരിഷ്യേ വിചാര്യച. ഇദാനീം തു നിജസ്ഥാനം ആദിഷ്ടപ്രേത നിർഭയാ തന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യച. ഇവിടെയാണ് ഈ 35-ാമത്തെ ശ്ലോകം ഒരു ട്വിസ്റ്റാണ്. എന്താ ട്വിസ്റ്റ്? കഴിഞ്ഞതിൽ പറയണ്ടായി നിനക്ക് മുക്തി ലഭിക്കുകയില്ലെങ്കിൽ നിന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അൺകണ്ടീഷണലായിട്ട് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറയണു ഇതാനീം തു നിജസ്ഥാനം. ഹേ പ്രേതമേ, നീ ഇപ്പോൾ ഭയം കൂടാതെ നിൻ്റെ സ്ഥാനത്ത് ഞാൻ നിനക്കിപ്പോൾ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇരിക്കുന്നൊരു സ്ഥാനമുണ്ട്, അവിടെ നീയെ നിർഭയം ഇരിക്കുക. എന്താ വാക്ക് ഉപയോഗിച്ചത്? നിർഭയം. കാരണം യു ആർ സേഫ് നൗ, യു ആർ ഇൻ മൈ ഹാൻഡ്സ്. അപ്പോൾ നിൻ്റെ സ്ഥാനത്ത് ചെന്നിരിക്കുക. നിൻ്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായ മഹൽ കൃത്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം ചെയ്തു കൊള്ളാം. ഇതായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് പവർ. കുടുംബത്തിലാണെങ്കിലും ഔദ്യോഗിക സ്ഥാനത്താണെങ്കിലും സാമൂഹിക സ്ഥാനത്താണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാവൂ. എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ ഭയം കൂടാതെ കണ്ടിരിക്കെ നിൻ്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായ മഹാകൃത്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം. വികാരം കൊള്ളില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഗോ ഗെറ്റ് ഔട്ട്, ഞാൻ എൻ്റെ പണി നോക്കട്ടെ, അങ്ങനെയല്ല പറഞ്ഞത്.
ആ വിചാരം നമ്മൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? സ്ഥായിയായിട്ട് ഈശ്വരോപാസന ഉണ്ടായിരിക്കണം. അങ്ങനത്തെവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് ഡിവിയേറ്റ് ചെയ്ത് പോവുക. ഇന്നലെ ഒരു തമിഴ് ചാനലിൽ ഒരു പെൺകുട്ടി, മേ ബി ബിലോ 20, ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഹെർ സബ്ജക്റ്റ്. അതായത് അവളെന്താണ് മനസ്സിലാക്കിയത് അത് അവൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശാസ്ത്രമര്യാദ ഉള്ളതാണോ അല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രമര്യാദ ഇല്ല എന്ന് വേണം പറയാൻ. ആ കുട്ടി എന്താ പറഞ്ഞത് ഓഡിയൻസിനോട്? ഹിന്ദു പുരാണത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ എവിടെയും കണ്ടിട്ടില്ല. കാണുന്നതൊക്കെ മൾട്ടിപ്പിൾ പുരുഷന്മാർ ഭർത്താക്കന്മാരായിട്ടുള്ളതാണ്. അത് ശരിയാണോ? ആ അവരൊന്നും തക്കതായ മറുപടി പറഞ്ഞ് കണ്ടില്ല. ഐ ഫെൽറ്റ് ഹർട്ട്. കാരണം എന്താ വിചാരിച്ചാൽ ഈ പുരാണം, ഇതിഹാസം, വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്നുള്ളത് അലൗകികമാണ്. ലൗകികാവസ്ഥയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിന് വേദവാക്യങ്ങൾ നമ്മൾ മനസ്സിലായിരിക്കണം. എന്താ? ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. ഈശ്വരനെ അനുകരിക്കാനല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ അലൗകികമായ ഡിവൈൻ ക്വാളിറ്റീസിനെ ജഡ്ജ് ചെയ്യരുത്. ഇതാർക്കും അറിയാണ്ട് പോയല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കൊരു തത്വശാസ്ത്രമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാഹാത്മ്യത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈശ്വരൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ കൂടസ്ഥൻ സർവജീവ ഗുഹാശയൻ അതുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈശ്വരന് ചൈതന്യം നിരാകാരമായിരിക്കുക കാരണം അതിന് പ്രകടമാവാൻ ഒരു ശരീരം വേണം. ഒരു ആനയെ നമ്മൾ ആസ്വദിക്കുന്നത് എന്താ? ഒരു കൊച്ചിനെ നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? ഒരു സീനറി നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? എല്ലാറ്റിലും ഒരു ഈശ്വരീയതയുണ്ട്. ആ ഈശ്വരീയത ഇല്ലെങ്കിൽ നമ്മൾ എന്താ ആസ്വദിക്കുക? ഒരു മരിച്ചത്ത ആനേനെ നമ്മൾ എത്ര നേരം നോക്കി നിൽക്കും? ആനയുടെ ചേഷ്ടേനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു മരം കൊണ്ടൊരു ആന ഉണ്ടാക്കി, കോൺക്രീറ്റ് കൊണ്ടൊരു ആന ഉണ്ടാക്കി വിചാരിച്ചാൽ ചേഷ്ടയില്ലാത്ത ആനയ്ക്ക് കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ബുദ്ധി നമ്മൾ ഉപയോഗിക്കണ്ടേ? നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ബുദ്ധി കൊണ്ട് നമുക്ക് ഈശ്വരനെ അളക്കാൻ പറ്റുമോ? സോറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സ്വീകരിക്കാവൂ, പോസിറ്റീവായിട്ട് സംസാരിക്കാവൂ, പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വയ്ക്കാവൂ. അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ 20 crores അടിച്ചു മാറ്റി എന്നാണ് പറഞ്ഞത്. അതെല്ലാം എന്ത് ചെയ്തു? ഇതേമാതിരി മൊബൈലിൽ റമ്മി കളിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അപ്പോൾ ഓരോ പാപികൾ ഈ ഭൂമണ്ഡലത്തിലുണ്ട്, ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എല്ലാവരും അതേമാതിരി ആവണം, അല്ല ഇത് റമ്മി കളിക്കാൻ സാധിക്കാത്തവർ മോശമെന്ന് എങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ അതായിരിക്കണം നമ്മളെ കിഞ്ചിത് ആദരിഷ്യതേ, ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരും. അടുത്തത് 36ാമത്തെ ശ്ലോകം. ദുന്ദുകാരി നിജസ്ഥാനം തേനാതിഷ്ടസ്തോ ഗതാം ഗോകർണ ചിന്തയാമാസ താം രാത്രിം ന തദധ്യഗാത്. ദുന്ദുകാരി നിജസ്ഥാനം തേന ആദിഷ്ടസ്തോ ഗതാ ഗോകർണ ചിന്തയാമാസ താം രാത്രിം ന തദധ്യഗാത്. എന്താ അതിനർത്ഥം? വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. ഗോകർണൻ്റെ ആജ്ഞ അനുസരിച്ച് അപ്പോഴേക്കും അവിടെ സ്ഥാനം കൊടുത്തു. ഗോകർണൻ്റെ യുക്തിസഹജമായ ആജ്ഞ അനുസരിച്ച് ദുന്ദുകാരി സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ഗോകർണൻ ആ രാത്രി മുഴുവനും ചിന്തിച്ചു. ഞാൻ ഇന്ന് കിടന്നുറങ്ങട്ടെ, നാളെ ചിന്തിക്കാമെന്നല്ല. ശുഭശ്യ ശീഘ്രം. പല കാര്യങ്ങളും നമ്മൾ ശുഭശ്യ ശീഘ്രം പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾക്ക് വീഴ്ച വരുത്താൻ പാടില്ല നമ്മൾ.
അപ്പോൾ ആ രാത്രി മുഴുവനും ചിന്തിച്ചു. ദുന്ദുകാരിയെ മോചിപ്പിക്കുവാനുള്ള ഉപായം അപ്പോഴും മനസ്സിൽ ധരിക്കാൻ പറ്റിയില്ല, മനസ്സിൽ തോന്നിയില്ല. അടുത്ത ശ്ലോകം 37. പ്രാതസ്ഥം മാഗതം ദൃഷ്ട്വാ, ശ്രദ്ധിക്കണം, പ്രാതസ്ഥം മാഗതം ദൃഷ്ട്വാ ലോകാ പ്രീത്യാ സമാഗതാഃ തത്സർവം ഖതിതം തേന യജ്ഞാതം ച യഥാ നിശി. പ്രാതസ്ഥം മാഗതം ദൃഷ്ട്വാ ലോകാ പ്രീത്യാ സമാഗതാഃ തത്സർവം ഖതിതം തേന യജ്ഞാതം ച യഥാ നിശി. കാലത്ത് ജനങ്ങൾ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിനെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി സംഘമായി വന്നു ചേർന്നു. എന്താ, ഗോകർണനല്ലേ കണ്ടത്, നമ്മളവിടെ കണ്ടത്? ഗോകർണൻ വീട്ടിൽ മടങ്ങിയെത്തിയോ? എപ്പം മടങ്ങിയെത്തി? എവിടെയൊക്കെ പോയിട്ടാണ് വരണത്? ഒരു 8-10 ആൾ, ഗ്രാമത്തിലുള്ളവരൊക്കെ ഇങ്ങനെ സംഘമായിട്ട്. എന്താ, ആള് ഒരു ആധ്യാത്മിക വ്യക്തിയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കോടീശ്വരൻ നാട്ടിൽ വന്നാൽ നമുക്ക് പോയി കാണാൻ പറ്റുമോ? സെക്യൂരിറ്റിയായി, അതായി ഇതായി, ക്ലാസ് കോൺഷ്യസായി. ഒരു ഭക്തനെ, ഒരു സന്യാസിനെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. ഇപ്പോഴത്തെ സന്യാസിമാരല്ല ഞാൻ പറഞ്ഞത്, ഒരു 30-35 മുമ്പ് ഉള്ള സന്യാസിമാർ. ഇപ്പോഴത്തെ സന്യാസിമാർക്കും എനിക്ക് തോന്നുന്നു കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. കാരണം അങ്ങനെയാണ്. എന്തോ ആട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, കാലത്ത് ജനങ്ങൾ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിനെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടെ സംഘമായി വന്നു ചേർന്നു. അവരോട് രാത്രിയുണ്ടായ സംഗതി മുഴുവൻ ഗോകർണൻ പറഞ്ഞു. അവിടെ ഒന്നും മറച്ചു വച്ചില്ല. കാരണം എന്താ കാരണം? എൻ്റെ മനസ്സിനെ കുഴക്കുന്നതായ കാര്യങ്ങളുടെ നിർവഹണം നടത്താനുള്ള കഴിവ് ഈ സഭയിൽ അല്ലെങ്കിൽ എന്നെ വന്ന് കാണാൻ വരുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഉപകരിക്കും. അതാണ്. അപ്പോൾ ഞാൻ പൂർണ്ണനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പൂർണ്ണതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈശ്വരാധീനം വേണം. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുണ്ട്. ഇവിടെ വേറൊരാളെ രക്ഷിക്കുക, ഒരു പ്രേതത്തിന് മോക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി വിപുലമായ സന്നാഹങ്ങൾ വേണം. അത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എല്ലാം അറിഞ്ഞു എന്ന് ഗോകർണൻ പറയണില്ല. പക്ഷെ നമ്മളിൽ ചിലർ അങ്ങനെയല്ല, എനിക്കെല്ലാം അറിയാമെന്ന, അങ്ങനെ പാടില്ല. എനിക്ക് അറിയാത്തത് പലതുണ്ട്. അപ്പോൾ ഇവിടെ പറയണു 38-ാമത്തെ ശ്ലോകം, വിദ്വാംസോ യോഗനിഷ്ഠാശ്ചാജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവതേ അപശ്യൻ പശ്യന്ത ശാസ്ത്രസംശയാൻ. ശാസ്ത്രങ്ങൾ അറിയുന്ന ആൾക്കാർ വേണം. ശാസ്ത്രങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഒരു പെൺകുട്ടി സനാതനധർമ്മ കഥകളിൽ എല്ലാവരും എന്താണെന്നാ പറയുക, ബഹുഭാര്യമാരുള്ളവരല്ലേ, അവരെ എങ്ങനെ നമ്മൾ കോപ്പി ചെയ്യുക? നമ്മളോട് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ബുധജനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അർജുന. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയണു, ഇങ്ങനെയൊക്കെയാണ് ബുധജനങ്ങൾ, ബുദ്ധിയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് വേണ്ടത് സ്വീകരിക്കാം. എന്താ, കണ്ടീഷണലാണ്. അപ്പോഴും എല്ലാം വ്യക്തിഗതമാണ്. വേണമെങ്കിൽ ആവാം, വേണമെങ്കിൽ വേണ്ട. കാരണം ഞാൻ സാക്ഷിയാണ്. ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് സാക്ഷി മാത്രമാണ്. നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ഊർജം ഞാൻ തരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണോ നെഗറ്റീവായിട്ട് ഉപയോഗിക്കണോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മെജോറിറ്റി പേഴ്സൻറ്റേജ് നിങ്ങൾ ഈശ്വരാംശത്തിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ ധർമ്മത്തിൻ്റെ ഒപ്പമാണ്, ഞാൻ അധർമ്മത്തിൻ്റെ ഒപ്പമല്ല. ഇതിനേക്കാൾ മീതെ എന്ത് ട്രാൻസ്പെറൻസിയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ജീവിതത്തിൽ? അതുകൊണ്ടാണ് പറഞ്ഞത്, വിദ്വാംസോ യോഗനിഷ്ഠാംശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിനാം തന്മുക്തിം നൈവതേ അപശ്യൻ പശ്യന്ത ശാസ്ത്രസംശയാൻ.
സാമാന്യന്മാരായ വിദ്വാൻമാർ, എബോവ് ആവറേജ്, യോഗികൾ, വിശേഷജ്ഞാന സമ്പന്നന്മാരായ മഹാപണ്ഡിതന്മാർ. ഈ വിശേഷജ്ഞാന സമ്പന്നന്മാരായ മഹാപണ്ഡിതന്മാർ അവരാരാ? വേദാന്തികൾ എന്നിവരെല്ലാം അനേക ശാസ്ത്രങ്ങളെ പരിശോധിച്ചിട്ടും ദുന്ദുകാരിയുടെ പ്രേതഭാവ നിവൃത്തിക്ക് ഉപായം കണ്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ വന്ന് കണ്ടവർ സാമാന്യക്കാരല്ല. സാമാന്യന്മാരായ വിദ്വാൻമാർ, യോഗികൾ, വിശേഷജ്ഞാന സമ്പന്നന്മാരായ മഹാപണ്ഡിതന്മാർ, വേദാന്തികൾ എന്നിവരെല്ലാം അനേക ശാസ്ത്രങ്ങളെ പരിശോധിച്ചിട്ടും, ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക, റെഫർ ചെയ്യുക, ദുന്ദുകാരിയുടെ പ്രേതഭാവ നിവൃത്തിക്ക് ഉപായം കണ്ടില്ല. അടുത്തത് 39 ശ്ലോകം. തതസർവൈ സൂര്യവാക്യം തന്മുക്തോ സ്ഥാപിതം പരം ഗോകർണം സ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാം. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ ആൾക്കാർ പറയും, അതെങ്ങനെ സംഭവിക്കും? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഈശ്വരാധീനമുള്ളവർക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഈശ്വരാധീനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തലകുത്തി നിൽക്കണമെന്നോ തപസ് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുണ്ട്? എന്നെ മനസ്സിലാക്കൂ, ഞാൻ ആരാണ്, ഹൂ ആം ഐ മനസ്സിലാക്കൂ. നമ്മുടെ പരിമിതികളും ഈശ്വരൻ്റെ അപരിമിതികളെ പറ്റിയൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. ആസ് എ ഹ്യൂമൻ ബീയിങ് അവർ ഇൻ്റലിജൻസ് ഈസ് ലിമിറ്റഡ്. പക്ഷേ ഈശ്വരൻ്റെ അൺലിമിറ്റഡ് ആണ്. ദർ ഇസ് നോ ബൗണ്ടറി ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അനന്തരം ആ വിദ്വാൻമാരെല്ലാവരും യോജിച്ച് ദുന്ദുകാരിയുടെ പ്രേതത്വമുക്തിക്കുള്ള മാർഗം എന്താണെന്ന് വേദസ്വരൂപനായ സൂര്യഭഗവാന്റെ അഭിപ്രായം അറിയണമെന്ന് നിശ്ചയിച്ചു. സി ഹൗ കളക്റ്റീവ്ലി ദേ ആർ തിങ്കിങ് അബൌട്ട് വൺ തിങ്. ഒരു വ്യക്തിയുടെ പ്രേതഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം. അതിന് പണ്ഡിതന്മാരെല്ലാവരും കൂടി ഇരുന്ന്, വിദ്വാൻമാരെല്ലാവരും യോജിച്ച് ദുന്ദുകാരിയുടെ പ്രേതത്വമുക്തിക്കുള്ള മാർഗം എന്താണെന്ന് സൂര്യനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സൂര്യനാരാ? വേദസ്വരൂപനായ സൂര്യഭഗവാന്റെ അഭിപ്രായം. ഈസ് ഇറ്റ് പോസിബിൾ ഓർ ഇമ്പോസിബിൾ? ഡോണ്ട് ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അറിയണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഗോകർണൻ യോഗപ്രഭാവത്താൽ സൂര്യഗതി വേഗത്തെ തടസ്സം ചെയ്തു. ഇതൊന്നും ഒരു സാധാരണക്കാരന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവൻ്റെ അതിനുള്ള വിദ്യയില്ല. അനുഭവം ഗുരു. വായിച്ച സത്വശാസ്ത്രങ്ങളെ മനസ്സിലാക്കി. ഇപ്പോൾ 2.5 ലക്ഷം 3 ലക്ഷം 2.5 കോടി 3 കോടി വിലയുള്ള കാറടക്കം ഒരു 10-20 കൊല്ലത്തിലും മീതെ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മുടെ ഈ മനുഷ്യ ശരീരം ഓരോരുത്തരുടെ 103, 105 വയസ്സ് വരെ ജീവിക്കുന്നു. ഏതെങ്കിലും പാർട്സ് മാറ്റുന്നുണ്ടോ? ആ ആളുടെ ഇൻ്റലിജൻസിന് വല്ല കമ്മിയുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള വൈദഗ്ധ്യം എന്താണ്? ഈ ശരീരം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ചൈതന്യം, സോകാൾഡ് ബ്രഹ്മം, ഈ ഈശ്വരൻ, രാമൻ അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ കൃഷ്ണൻ ഒക്കെ ഇതിൻ്റെ പര്യായങ്ങളാണെന്നുള്ള ഡെപ്തിലുള്ള അറിവ് വേണ്ടേ നമ്മൾക്ക്? അറിവില്ലാതെ കണ്ട് അറിവുള്ളവരെ പോലെ നമ്മൾ വാദിക്കാൻ പാടുമോ? ശ്രീമദ് ഭാഗവതമോ മഹാഭാരതമോ വായിച്ച് പഠിച്ച് ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ തർക്കമില്ല. അതൊന്നും വായിക്കാതെ കണ്ട് പഠിക്കാതെ കണ്ട് സനാതനധർമ്മത്തിലെ ഏകഭാര്യത്വം അതിൽ ബഹുഭാര്യത്വമാണല്ലോ എല്ലാ ക്യാരക്ടേഴ്സിനും. ഹൗ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ? ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. കാക്ക എന്തുകൊണ്ടാണ് മലന്ന് പറക്കാത്തത്?
ഒന്ന് ചോദിക്കരുത്, കാരണം സംഭവിക്കില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ ഡിസ്ക്രീറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാനല്ല, വ്യാസർ. അതിൽ നമ്മൾക്ക് ബഹുമാനം വേണം. അപ്പോൾ ഒരു ഹരിതമെറ്റിക്കൽ തന്നെ ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂ കാണണമെങ്കിൽ അതിൽ PNR/100 എന്നുള്ള ഫോർമുലയിൽ ആ n=0 എന്ന് ധരിക്കാതെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ശൂന്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങണത് അല്ലേ? ഞാൻ ശൂന്യമാണ്, എനിക്ക് ഒന്നും വേണ്ട, പിന്നെ അങ്ങനത്തെ ഫിഗർ വരുമോ, അക്ഷരം വരുമോ, അക്കങ്ങൾ വരുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? 40-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുക. 40-ാമത്തെ ശ്ലോകം, തുഭ്യം നമോ ജഗൽ സാക്ഷിൻ ബ്രൂഹ്യമേ മുക്തിഹേതുകം. വേറൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് സനാതനധർമ്മം. എനിക്കും എൻ്റെ കുടുംബത്തിന് രക്ഷ വേണമെന്നല്ല പറഞ്ഞത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇത് കേൾക്കുന്ന ഏതാനും വ്യക്തികൾ എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മാനസികാവസ്ഥ ആഴമുള്ള സമുദ്രം പോലെയും എന്താ പറയുക, അതിരുകളില്ലാത്ത ആകാശം പോലെയും ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ പരിധികൾ ഭേദിച്ച് പുറത്തു പോകണം. എന്താ കിണറ്റിലെ തവളയാവരുത്, സമുദ്രത്തിലെ തിമിംഗലാവണം. അതെങ്ങനെയാണ്? പ്രാർത്ഥിക്കണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഒരു 10 ദിവസം നിങ്ങൾ റെഗുലറായിട്ട് കോണ്ടംപ്ലേറ്റ് ചെയ്യൂ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മൾക്ക് എന്തൊക്കെയോ സംഭവിക്കണതായിട്ട് തോന്നും. ലോട്ടറി കിട്ടുന്നോ അല്ലെങ്കിൽ നിധി കിട്ടുന്നോ അല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ വലുതായിട്ടുള്ള ഈശ്വരീയ ക്വാളിറ്റീസ് നമ്മളിലേക്ക് വരും. കാരണം നമ്മളൊരു ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ചിന്തകരായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ തുഭ്യം നമോ ജഗൽ സാക്ഷിൻ ബ്രൂഹിമേ മുക്തി ഹേതുകം. ഒരു എസ് ഒന്നും എഴുതിയില്ല, ഒരൊറ്റ സെൻറ്റൻസാ. ഹേ ജഗൽ സാക്ഷിയായുള്ളോവേ. സൂര്യനെ എങ്ങനെയാണ് പ്രകീർത്തിക്കണത്? ജഗത്തിൻ്റെ സാക്ഷിയാണ്. ഹേ ജഗൽ സാക്ഷിയായുള്ളോവേ, നിന്തിരുവടിക്കായി കൊണ്ട് നമസ്കാരം. ദന്തുകാരിയുടെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് നിന്തിരുവടി അരുൾ ചെയ്താലും. അപ്പോൾ ഈ ഭൂമി സൂര്യൻ്റെ 4 പുറം ചുറ്റണു. പക്ഷെ ഇവിടെ കഥ പറയുമ്പോൾ സൂര്യനാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഥ പറയുമ്പോൾ അതിൻ്റെ ആ ലോജിസ്റ്റിക് കൺക്ലൂഷൻസ് നമ്മളിൽ എത്തേണ്ടത് അവർ പറഞ്ഞു തരില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, തൻ്റെ ഈശ്വരോപാസനയുടെ ബലം കൊണ്ടാണ് സൂര്യൻ്റെ ഗതി മുടക്കി കാര്യങ്ങൾ സംസാരിച്ചതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതിനെ നമ്മൾ മുഖവലിക്കെടുക്കണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? തുഭ്യം നമോ ജഗൽ സാക്ഷിൻ ബ്രൂഹ്യമേ മുക്തി ഹേതുകം. ഹേ ജഗൽ സാക്ഷിയായുള്ളവേ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ദുന്തുകാരിയുടെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാനോ ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് നിന്തിരുവടി അരുൾ ചെയ്യണം. അത് പറഞ്ഞപ്പോൾ 41-ാം ശ്ലോകം പറയണു. തശ്രുത്വാ ദൂരത. അത് കേട്ടു, സൂര്യൻ കേട്ടു. ദൂരത സൂര്യ. എന്തിനാ ദൂരത സൂര്യ? സ്പുഷ്ടം മിഥ്യം അഭിഭാഷത ഇത്യഭിഭാഷത ശ്രീമദ്ഭാഗവത മുക്തി സപ്താഹോ വാചനം ഗുരു. ഉടനെ റിപ്ലൈ കിട്ടി, പോസിറ്റീവ് റിപ്ലൈ. തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടം മിഥ്യഭ്യഭാഷത ശ്രീമദ്ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം ഗുരു. സൂര്യഭഗവാൻ ഗോകർണവചനം കേട്ടിട്ട് ദൂരത്തിൽ നിന്ന് തന്നെ, എന്താ ആ ദൂരത എന്നുള്ളത് ആലോചിക്കാൻ ഒരു ബുദ്ധി വേണം. എന്താ ബുദ്ധി? സൂര്യൻ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ചുടും. അപ്പോൾ ദൂരത്ത് നിന്നിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞത്. ദൂരത്തിൽ പ്രാർത്ഥന എത്തി, അല്ലെങ്കിൽ
ഗോകർണൻ പറഞ്ഞ അപ്പീല് അവിടെ കേട്ടു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്തറിയാം? അവരവർ വിചാരിക്കുന്ന സമയത്ത് വിദൂരത്തുള്ള മകൻ അല്ലെങ്കിൽ മകളെ പേരക്കുട്ടി കാണണമെന്ന് തോന്നുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ വീഡിയോ കോൾ വന്നു എന്ന് വരും, അല്ലെങ്കിൽ ആ സമയത്ത് വോയിസ് മെസ്സേജ് വന്നു എന്ന് വരും. അപ്പോൾ നമ്മുടെ സമയം അവരുടെ സമയം, നമ്മൾ അവരെ പറ്റി തിങ്ക് ചെയ്യണതും അവർ നമ്മളെ പറ്റി തിങ്ക് ചെയ്യുന്നതും ഒരേപോലെ ആവണം, വേണ്ടേ? അപ്പോൾ സമയത്തിനെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ആ സമയത്തിനെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ എന്നിലും ഞാൻ വിചാരിക്കുന്ന മകനിലോ മകളിലോ പേരക്കുട്ടിയിലോ ഒരേ സമയം ഒരേ കാര്യത്തിനെ പറ്റി ധാരണ വരുമ്പോഴാണ് കോണ്ടാക്റ്റ് വരിക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ മാഹാത്മ്യം എത്ര വലുതാണ്, എത്ര ഗാംഭീര്യമുള്ളതാണ്, എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? സൂര്യഭഗവാൻ ഗോകർണവചനം കേട്ടിട്ട് ദൂരത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമായി ഇപ്രകാരം പറഞ്ഞു. അസ്പഷ്ടമല്ല, സ്പഷ്ടമായിട്ട്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മുക്തി ലഭിക്കും. ഷുവറാണ്, അൺകണ്ടീഷണലാണ്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മുക്തി ലഭിക്കും. 7 ദിവസം കൊണ്ട് വായിച്ച് തീർക്കുക. അവിടെ പറയാൻ പറഞ്ഞിട്ടില്ല, അർത്ഥം പറയാൻ പറഞ്ഞിട്ടില്ല. വായിച്ച് തീർത്താൽ മതി. കാരണം അന്ന് ഈ വേദഭാഷ സംസ്കൃതമാണ് എല്ലാവരും. ഇതാണ് ഈ സംസ്കൃതമാണ് ആദ്യ ഭാഷ, സനാതനധർമ്മത്തിലുള്ള ഭാഷ, അനാദി. അപ്പോൾ വായിച്ച് തീർക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധ വേണം, വായിക്കുമ്പോൾ ശ്രദ്ധ വേണം. വായിക്കുന്നവൻ അറിയണം, കേൾക്കുന്നവൻ സംസ്കൃതം അറിയണം. അല്ലാതെ കണ്ട അവിടെ ഓടി വാ കണ്ണ ചാടി വാ കണ്ണ എന്ന് പാട്ടുപാടുകയല്ല ചെയ്തിട്ടുള്ളത്. ഭാഗവതത്തിലെ ഉടനീളം സ്തുതിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സ്തുതിയാണുള്ളത്. 14,000 ചില്ലാൻ ശ്ലോകത്തിൽ 4,000 ചില്ലാൻ ശ്ലോകങ്ങൾ സ്തുതി തന്നെയാണ്. ഇതൊക്കെ പഠിച്ചാലല്ലേ അറിയുള്ളൂ നമ്മൾ. അപ്പോൾ ഇപ്രകാരം അതെ വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞു. ഇനി 42-ാമത്തെ ശ്ലോകം. ഇതി സൂര്യവച സർവേ ധർമ്മരൂപം തു വിശ്രുതം സർവേ അബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ദിതം. ഇതി സൂര്യവച സർവേ ധർമ്മരൂപം തു വിശ്രുതം സർവേ അബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ദിതം. ഇപ്രകാരം സൂര്യൻ പറഞ്ഞതിനെ എല്ലാവരും കേട്ടു. ആ വചനത്തെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. ഈ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഏത്? ആ വചനത്തെ, സൂര്യദേവൻ്റെ വാക്കുകളെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിക്കണം. അപ്പോൾ ധർമ്മം എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ഉൾക്കൊള്ളുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, ഗോ ടു ഹെൽ. അല്ലാണ്ടെന്താ? അപ്പോൾ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. എത്ര പണിപ്പെട്ടാലും ഈ കാര്യം വേണ്ടും വിധം നടത്തണമെന്ന് സർവരും ചേർന്ന് പറഞ്ഞു. ഏത്? ഈ സപ്താഹം 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുക എന്നുള്ളത് എല്ലാവരും വേണ്ടും വിധം യഥാവിധി നടത്തണമെന്ന് പറഞ്ഞു, സർവരും ചേർന്ന് പറഞ്ഞു. എന്നാൽ ഇതാകട്ടെ പ്രയാസം അധികമുള്ളതല്ലതാനും. അതാണ് നമ്മൾ എല്ലാവരും ഐക്യകണ്ഠേന ഒരു കാര്യം തീരുമാനിച്ചാൽ നമുക്ക് നടത്താം. കാരണം എന്താ? അതിലെതിരഭിപ്രായമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു എന്നാൽ ഇതാകട്ടെ പ്രയാസം അധികമുള്ളതല്ല. വൈ? ഇറ്റ് ഈസ് സോ സിമ്പിൾ. വൈ? ഭാഗവതം വായിക്കാൻ ഗോകർണത്തിനറിയാം, ഗോകർണനറിയാം. എന്നാൽ ഗോകർണൻ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് വേണ്ട പോലെ വായിച്ചാൽ പ്രേതമുക്തി ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ടില്ല. അതാണ്. അപ്പോൾ ഇല്ലാത്തതല്ല കാണിച്ചു തരുന്നത്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ദൃഷ്ടമല്ലാത്തത് എന്നേ ഉള്ളൂ. നെവർ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ല അർത്ഥം. ഉള്ളത് പക്ഷെ നമുക്ക് കാണാനില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ ഈ കണ്ണട എടുത്ത് തലയിൽ വെച്ചിട്ട് കണ്ണട തരും. ഇതിപ്പോൾ കണ്ണാടി നോക്കുമ്പോഴേ അറിയുള്ളൂ കണ്ണട മുകളിലുണ്ട്, തലയുടെ മുകളിലുണ്ട് എന്നുള്ളത്.
അപ്പം ഒരു സമയത്തിനെ പറ്റിയിട്ട് വസ്തുക്കളെ പറ്റിയിട്ടൊക്കെ ഒരു ഭ്രമം നമ്മൾക്ക് ഉണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾക്കുള്ള ബുദ്ധി ഭ്രമിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 43-ാമത്തെ ശ്ലോകം. ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിത. വചനാർത്ഥമല്ല, വാചനാർത്ഥം എന്ന് പറഞ്ഞാലും വചനാർത്ഥം എന്ന് പറഞ്ഞാലും വളരെ വ്യത്യാസമേ. വചനാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉള്ളൂ, വാക്കിൻ്റെ അർത്ഥം, സൂര്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല. വാചനാർത്ഥം, പാരായണം ചെയ്യാൻ ഒരു ദീർഘം ആണ് നമ്മളെ പറ്റിക്കുന്നത്. ഇത് നിശ്ചയിച്ചിട്ട് വേണം നിങ്ങൾ ഭാഗവതം വായിക്കാനുള്ളതും പ്രത്യേകിച്ച് നാരായണീയം വായിക്കണതും. കാരണം എന്താ, അർത്ഥം അറിഞ്ഞിട്ടല്ല നമ്മൾ വായിക്കുന്നത്. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല, നിങ്ങളിൽ നിന്ന് തെറ്റ് വരാതെ കണ്ട് നാരായണീയം പഠിക്കണവർക്ക് ഒരു ടിപ്പ് തരാം ഞാൻ. ഗുരുവായൂർ ദേവസ്വം ഒരു വനമാല ആഖ്യാനം എന്നോ എന്തോ പറഞ്ഞ ഒന്നുണ്ട്. അതാണ് മുക്കാലും 99.99 ആൾക്കാരുടെ കയ്യിലുള്ളൂ, ചിലവരുടെ കയ്യിലുള്ളൂ. എന്നാൽ ഡോക്ടർ ബി ബാലകൃഷ്ണ പിള്ളയുടെ ആധികാരികമായിട്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. മാത്രമല്ല, നാരായണീയം ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥം ചോരാത്ത രീതിയിൽ മലയാളത്തിലുണ്ട്. അതിന് വാക്കാർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇതിന് സംസ്കൃതം ശ്ലോകത്തിന് വാക്കാർത്ഥം കൊടുത്ത് ഇതേപോലെ ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കണം, അത് പഠിക്കണം, എന്നിട്ട് വായിക്കണം. അല്ലാതെ കൊണ്ട് നാരായണീയം വായിക്കാൻ അറിയുമെന്ന് വിചാരിച്ചിട്ട് നാരായണീയം വായിച്ച് തള്ളരുത്. തള്ളാൻ പാടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു 43-ാമത്തെ ശ്ലോകം. ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിതാം തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമ ജനായയു. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിപ്പാനും അങ്ങനെ വായിച്ചു തീർത്താൽ പ്രേതമുക്തി വരുന്നതാണെന്നും നിശ്ചയിച്ച ഗോകർണൻ. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് വാട്ട് സൂര്യ ടോൾഡ് ഹിം. സൂര്യൻ പ്രതിവചിച്ച വാക്കുകളിൽ പരിപൂർണ വിശ്വാസം ആർക്കുണ്ട്? ഗോകർണനുണ്ട്. കാരണം ഗോകർണൻ അറിയാം സൂര്യൻ വേദസ്വരൂപനാണ്, വേദം സ്വരൂപമായിട്ടുള്ളവനാണ്, അറിവുള്ളവനാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഗുരുനാഥന്മാരെ മുഖവിലയ്ക്കിടണം. അവരുടെ പോരായ്മകളെ പറ്റിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരുടെ പോരായ്മകൾ അവർക്കുള്ളത്, അവരതിൻ്റെ ബലം അനുഭവിക്കും. പക്ഷേ ഈശ്വരൻ അവരെ നിയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അർഹതയുണ്ട് എന്നുള്ള നിലയിൽ. അത് അവർ തമ്മിൽ മാറ്റിക്കോട്ടെ, നമ്മളെന്തിനാണ് പറഞ്ഞത്? അപ്പോൾ ഇവിടെ അദ്ദേഹം എന്തു പറഞ്ഞു എന്നാണ് പറഞ്ഞത്? അതെ, പ്രേമമുക്തി വരുന്നതാണെന്നും നിശ്ചയിച്ച ഗോകർണൻ വായിപ്പാൻ ഒരുങ്ങി. വായിപ്പിക്കാനല്ല, വായിപ്പാൻ ഒരുങ്ങിന്നാ. അപ്പോൾ കമ്മിറ്റിക്കാർ, ഒരു ക്ഷേത്രത്തിലൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടാവണം. ഭാഗവതവും രാമായണവും വായിക്കാൻ ഭക്തന്മാരെ നിയോഗിക്കാം. അതിനേക്കാൾ മേലെ എന്താണ്, കമ്മിറ്റിയുള്ളവർ വായിക്കും, വായിക്കാൻ പഠിക്കണം. അപ്പം എന്താ, കാശ് ലാഭമാണ്. വേറൊരാളെ വായിക്കുമ്പോൾ അത് കൂലിക്ക് കൊടുക്കുന്നതാവും. കൂലിക്ക് വായിക്കണത് വ്യത്യാസമുണ്ട്. കാരണം ഭാഗവതം പറഞ്ഞു എന്നെ ക്രയവിക്രയം ചെയ്യരുത് എന്ന്. അപ്പോൾ വായിപ്പാൻ ഒരുങ്ങി. അത് കേൾപ്പാനായിട്ട് അവിടെ ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ വന്നുകൂടി. അത് കൂടും. അത് കൂടാതെ കണ്ടിരുന്നാൽ എന്താ അർത്ഥം? ഭാഗവതം നടത്തുന്ന ദേശത്തിനല്ല കുഴപ്പം,
ഭാഗവതം നടക്കുന്ന ദേശത്തിലേക്ക് ഭാഗവതം നടക്കാത്ത ദേശത്തുള്ളവരെ പോയി കേൾക്കണം എന്ന് മാത്രമല്ല അതിനെ മുഖവിലയ്ക്ക് എടുക്കണം. അല്ലാണ്ട് ഊണ് കഴിക്കാൻ സമയത്ത് അങ്ങോട്ട് ചെല്ലുക, ഊണ് കഴിക്കുക, മടങ്ങുക, അങ്ങനെയല്ല. വായിപ്പിക്കുന്നവർക്കും ഒരു ദൗത്യമുണ്ട്. എന്താ ദൗത്യം? ശ്രോതാക്കളായിട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ എത്രയോ മഹാക്ഷേത്രങ്ങളിൽ കൂടി ഊണൊക്കെ 2:30 മണി വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ആരും കാണില്ല അവിടെ. യജ്ഞവേദി ശുഷ്കിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ചാരി ഇരുന്ന് ഉറങ്ങണുണ്ടാവും കാലൊക്കെ നീട്ടി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഗരിമ അതിനുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അതാണ് സത്യം. പട്ടാമ്പി എന്തിനാ ഇപ്പോൾ 42, 44 എപ്പിസോഡ് എടുത്തത്? ഈ 5 എപ്പിസോഡ് പറയാൻ. 42ാമത്തെ എപ്പിസോഡാണ് പറയുന്നത്. പട്ടാമ്പിക്ക് തലയ്ക്ക് ചൂടാണ്, സുഖമില്ല. അയാൾക്ക് കുടുംബമൊക്കെ ഇല്ലയാണാവോ? കുടുംബമുണ്ട്. എൻ്റെ കുടുംബം രക്ഷപ്പെട്ടതും ഇതുകൊണ്ടാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനുഭവങ്ങൾ ചിലത് പറയണത്. അപ്പോൾ ഇവിടെ പല ദേശങ്ങളിൽ നിന്നും സംഘമായിട്ട് ആൾക്കാർ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ സംഘാടകർക്ക് അറിയില്ല, അവരുടെ ഭാഷയിലെ. അപ്പോൾ 44ാമത്തെ ശ്ലോകം. അപ്പം ഇനി ആരൊക്കെയാണ് വന്നത് അല്ലെങ്കിൽ ആരൊക്കെ വരണം എന്ന് പറയണു? പങ്ക്വ അന്ധ വൃദ്ധ മന്ദാശ്ച. ഞാൻ നിർത്തിയിട്ടാണ് വായിച്ചത്. പങ്ക്വ എന്ന് പറഞ്ഞാൽ നടക്കാൻ വയ്യാത്തവർ, അന്ധന്മാർ, വൃദ്ധ മന്ദാശ്ച ബുദ്ധിയില്ലാത്തവർ, ഇവരൊക്കെ വരണം. എന്തിന്? ഈ പ്രേതത്തിന് മുക്തി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഫലം ഉണ്ടാവും. മന്ദബുദ്ധികൾ സദ്ബുദ്ധിയുള്ളവരാവും. വൃദ്ധന്മാർക്ക് സ്വന്തം കാര്യം നടക്കാനുള്ള ആരോഗ്യം കിട്ടും. അന്ധന്മാർ എവിടെയും തട്ടിത്തറിഞ്ഞ് വീഴില്ല, അവരെ ശ്രദ്ധിക്കാൻ ആൾക്കാർ ഉണ്ടാവും. മുടന്തന്മാർക്ക് വാഹന സൗകര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ തന്നെ പറയണം. അപ്പോൾ പങ്കു അന്ധവൃദ്ധ മന്ദാശ്ചതേ അഭിപാപക്ഷയായവൈ പാപക്ഷയായവൈ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരക. പങ്കു അന്ധവൃദ്ധ മന്ദാശ്ചതേ അഭിപാപക്ഷയായവൈ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരക. ഈ ശാരീരികമല്ലായ്മ, മുടന്തനാവുക, അന്ധന്മാരാവുക, അന്ധത അനുഭവിക്കുക, വൃദ്ധാവസ്ഥയിൽ ആരോഗ്യം പരിധിക്ക് അപ്പുറം നശിക്കുക, അല്പബുദ്ധികളാവുക, അതൊക്കെ വ്യക്തികളുടെ കർമ്മകുശലതയുടെ അഭാവമാണ്. കർമ്മങ്ങൾ ചെയ്യാനുള്ള കുശലത, അറിവില്ലായ്മ വരം കൊണ്ടാണ്. അതുണ്ടാവാൻ കാരണം ജന്മാന്തര ദോഷം, പാപങ്ങളാണ്. ഇതറിഞ്ഞിട്ട് വേണം നമ്മളെ മേലിൽ അങ്ങനെ വരാതെ കണ്ടിരിക്കാൻ ഈ ജന്മത്തിൽ തെറ്റുകൾ ആവർത്തിക്കാതെ കണ്ട്, സമൂഹദ്രോഹം ചെയ്യാതെ കണ്ട്, വ്യക്തിദ്രോഹം ചെയ്യാതെ കണ്ട്, അവരവർക്ക് കിട്ടിയിട്ടുള്ള ജീവിത സന്ധാരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്താതെ കൊണ്ട്, അതൃപ്തി രേഖപ്പെടുത്തിയ എന്തായി അർത്ഥം? നമ്മൾ ഭഗവാനെ നിഷേധിക്കണ കൂടുതലാവും. കാരണം ഭഗവാൻ നമ്മൾക്ക് ആയുസ് തന്നത് പൂർവ്വജന്മാന്തര ദോഷ സുഹൃത ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, നമ്മൾ ചെയ്ത കർമ്മഫലം എന്ന് ഉറപ്പിച്ച് പറയണം. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിലെങ്കിലും ധർമ്മത്തിനെ പറ്റി നമ്മൾ വ്യാപൃതരാകണം. ഞാൻ അധർമ്മം ചെയ്യില്ല, ധർമ്മേ ചെയ്യൂ. അതില്ലെങ്കിൽ എന്താവും? കൂട്ടുപലിശ. തെറ്റോട് തെറ്റ് ചേർന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മൂഢന്മാർ. അവിടെ പിന്നെ മന്ദാശ്ച, മന്ദ എന്നുള്ളതിന് എന്താർത്ഥം പറഞ്ഞത്? മൂഢന്മാർ മുതലായ പലരും അവരുടെ പാപക്ഷയത്തിനായിട്ട് ഊണ് കഴിക്കാനായിട്ട് പോയി എന്ന് വരരുത്.
മഹാപ്രസാദം അനുഭവിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ പാപക്ഷയത്തിനായിട്ട്, അവരവരുടെ പാപം ക്ഷയിക്കാനായിട്ട് സപ്താഹ ശ്രവണത്തിന് വന്നു. സംഘം വളരെ വലുതായിരുന്നു. ദേവന്മാർക്ക് കൂടെ ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായിരുന്നു. അപ്പോൾ ദേവന്മാർ സൂക്ഷ്മ ശരീരങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഭാഗവതം കേൾക്കാൻ. കാരണം ദേവലോകത്ത് ഭാഗവതം ഇല്ല. അതാണ്, ഭാഗവതം ഇവിടെ മാത്രമേ ഉള്ളൂ, ഭൂമിയിലേ ഉള്ളൂ. അപ്പോൾ ദേവന്മാർക്ക് കൂടെ ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായിരുന്നു. അടുത്ത ശ്ലോകം 45. യദൈവാസനമാസ്തായ യദൈവാസനമാസ്തായ ഗോകർണോ അഘതയൽ കഥാം സ പ്രേതോ അപി തഥാ ആയാത സ്ഥാനം പശ്യന്നിതസ്തതാം. എന്താ ഉണ്ടായത്? യദൈവാസനമാസ്തായ ഗോകർണോ അഘതയൽ കഥാം സപ്രേതോ അഭിതദാ ആയാത സ്ഥാനം പശ്യന്നിതസ്തതാം. ഗോകർണൻ ഭാഗവതം വായിപ്പാൻ ഉത്കൃഷ്ടമായ ആസനത്തിൽ, വളരെ ശ്രേഷ്ഠമായ ആസനത്തിൽ, അതിനാണ് വ്യാസപീഠം എന്ന് പറയാം. നിങ്ങൾ പലരും വിചാരിക്കും പട്ടാമ്പി ഉപയോഗിക്കുന്ന ചെയർ എന്തിനാ ഇങ്ങനെയൊക്കെ, സാധാരണ ചെയറിൽ പോരാ. ഇത് ഉത്കൃഷ്ടമായ സ്ഥാനമാണ്. ഇത് വ്യാസപീഠമാണ്. വ്യാസൻ ഇരിക്കുന്ന പീഠം എന്നുള്ള രീതിയിൽ. എന്നാൽ ഇതായിരുന്നു അല്ല. അപ്പോൾ അതിനൊരു ഗമ്യം കാര്യങ്ങളൊക്കെ വേണം. വ്യാസപീഠമാണ്. അപ്പോൾ പിന്നെ വ്യാസപീഠത്തിൽ ഇരുന്നപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതവും തനിക്ക് ഇരിപ്പാൻ ഉചിതമായ സ്ഥാനത്തിനെ നിരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ വന്നു. നിരീക്ഷണം ചെയ്യുക. എന്താ നിരീക്ഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവലോകനം ചെയ്യുക, നോക്കിക്കാണുക. അപ്പോൾ നിരീക്ഷണം ചെയ്തുകൊണ്ട് അവിടെ വന്നു. അപ്പോൾ 46-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. സപ്തഗ്രന്ഥിയുതം തത്ര അപശ്യൽ കീചകമുശ്രിതം തന്മൂലഛിദ്രമാവിശ്യ ശ്രവണായ സ്ഥിതോ അഹ്യസോ. സപ്തഗ്രന്ഥിയുതം തത്ര അപശ്യൽ കീചകമുശ്രിതം തന്മൂലഛിദ്രമാവശ്യ ശ്രവണായ സ്ഥിതോ അഹ്യസോ. വായിക്കുവാൻ നിശ്ചയിക്കുന്ന സ്ഥാനത്തിൻ്റെ സമീപത്തിൽ 7 കമ്പുകളോടുകൂടിയ ഒരു മുള അത്യുച്ചത്തിൽ നിൽക്കുന്നുണ്ട്. വളരെ ഉയർന്ന് നിൽക്കുന്നുണ്ട് സ്റ്റേജിൻ്റെ അടുത്ത്. വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ സമീപത്തിൽ 7 കമ്പുകളോടുകൂടിയ ഒരു മുള അത്യുച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള ദ്വാരത്തിൽ പ്രേതം പ്രവേശിച്ചു. ദ്വാരത്തു കൂടെ ആർക്ക് പൂവും വരും ചെയ്യാം? പ്രേതത്തിന്. കാരണം എന്താ? അവരെ കാറ്റാണ്. അവർക്ക് വേണ്ട രൂപം എടുക്കുക അവർക്ക്. അപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കെന്താ, ഞാനിങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ബോധ്യമാവണം. കാരണം പട്ടാമ്പിയുടെ ഇൻട്രസ്റ്റ് എന്താ? സമയം കൊല്ലാതെ ഉള്ളതല്ല. എന്നാൽ പലവരും ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഇത് കേൾക്കാൻ ഉപകരിപ്പിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താ? ഒരു ദിവസം എത്ര ആളിത് കേട്ടു, എത്ര സമയം കേട്ടു, ആവറേജ് എനിക്കറിയാം. അപ്പം ഞാൻ ഇപ്പോൾ 49 മിനിറ്റായി. ഞാൻ നിർത്തിയാൽ ആവറേജ് ഒരു 7 മിനിറ്റിൽ ഒരു 10-15 ആളെ കേൾക്കുള്ളൂ. പിന്നെ അത് ഇൻക്രീസ് ചെയ്യും. മെല്ലെ കണ്ടിട്ട് 40ആയി, 50ആയി, ചിലപ്പോൾ 100 ആവാം, 150 വരെയൊക്കെ പോവും. എന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അത്രയെങ്കിലും പോകണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് മുതലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം? സശ്രദ്ധം കേൾക്കണം, ദിവസേന കേൾക്കണം. കേൾക്കാൻ സാധിക്കാത്ത എപ്പിസോഡുകൾ നോട്ട് ചെയ്തിട്ട് സമയം ഉണ്ടാക്കണം. എന്നാൽ ഇനി അത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടാൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. പല കാര്യങ്ങളും കണ്ടിന്യൂറ്റി വേണം. അപ്പോൾ അദ്ദേഹം അത്യുച്ചത്തിൽ നിൽക്കുന്നൊരു 7 കമ്പുള്ള മുള കണ്ടു.
അതിൻ്റെ അടിയിലുള്ള ദ്വാരത്തിൽ പ്രേതം പ്രവേശിച്ച് ഭാഗവതം കേൾപ്പാനിരുന്നു. കഥ നടത്തുന്നത് ഒരു തോട്ടത്തിലോ പൂങ്കാവിലോ നദീതീരത്തിലോ വെച്ചാണെങ്കിൽ അധികം നന്നെന്ന് സൂചിപ്പിച്ചു. കഥ നടത്തുന്നത്, ഈ ഭാഗവത കഥ പാരായണം നടത്തുന്നത് ഒരു തോട്ടത്തിൽ, അതായത് പൂങ്കാവിലെ തോട്ടത്തിൽ, അല്ലെങ്കിൽ നല്ല സ്ഥലത്തെന്ന് വിചാരിക്കുക, നദീതീരത്തിലോ വെച്ചാണെങ്കിൽ അധികം നന്നെന്ന് സൂചിപ്പിച്ചു. 47 ശ്ലോകം നോക്കുക, അതോട് കൂടി നിർത്താം. വാദരൂപി 47-48 ഉണ്ട്. വാദരൂപി സ്ഥിതം കർത്തും അശക്തോ വംശമാവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസാം പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോ അകരോത് ദിനാന്തേ രക്ഷിതാ ഗാഥ തഥാ ചിത്രം ബഭൂവഹാം. വാദരൂപീ സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസാം പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോഗരോത്. ആഖ്യാനം ഇട്ടുപോകാം, വായന മാത്രമല്ല ആഖ്യാനമുണ്ട്. ദിദാന്തേ രക്ഷിതാ ഗാഥ തഥാ ചിത്രം ബഭൂവഹാം. കാറ്റിൻ്റെ സ്വരൂപത്തോടു കൂടിയ ആ പ്രേതം ചഞ്ചലമായ ആ നിലയിൽ കഥാശ്രവണം സുഖകരമല്ലായകയാൽ മുളയുടെ മൂലത്തിൽ സ്ഥിരമായ ആസനത്തെ ആശ്രയിച്ചിരുന്നു. ചന്തി ഉറപ്പിച്ചിരുന്നു തന്നെയാണ് പറഞ്ഞതേ. ഇതുകൊണ്ട് കഥാശ്രവണത്തിന് സ്ഥിരാസനം ആവശ്യമാണെന്ന് സിദ്ധിക്കുന്നു. നമ്മൾക്കൊരു ഹിന്ദി തരാണ്, നമ്മൾ എങ്ങനെ ഇരിക്കണം, ചാരിയിരിക്കണോ, കൂന്നിരിക്കണോ, ചെരിഞ്ഞിരിക്കണോ, ഒരു കക്ഷം ഒരു കൈ ഒരു കസാലയിൽ വെച്ചിരിക്കണോ, അങ്ങനെയല്ല. ശ്രദ്ധിച്ച് ചമ്രം മണഞ്ഞിരുന്ന് കേൾക്കണം. പക്ഷെ ഇന്ന് ആർക്കും ചമ്രം മണയാൻ പറ്റില്ല. കാരണം എന്താ, ശീലിച്ചില്ല. യൂറോപ്യൻ ക്ലോസറ്റും കസാലയിൽ ഇരുന്നിട്ട് ആഹാരം കഴിക്കലും എല്ലാം കൂടി ആവുമ്പോൾ മുട്ടുവേദന കൂടി, മുട്ട് ഓപ്പറേഷൻസ് കൂടി, ധാരാളം മരുന്ന് ആ വകയിൽ ചിലവാക്കി മുട്ട് ഓപ്പറേഷൻ വലിയ ഒരു ആർട്ടായിട്ട് മാറി എല്ലാ സ്ഥലത്തും. ഇതാണ് ഭാഗവതത്തിൽ നിന്ന് വ്യതിചലിക്കുക കാരണം. പറഞ്ഞ് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പം ആചാര്യന്മാരടക്കം കസാലയിലിരുന്ന് മേശിട്ടിട്ടാണല്ലോ പറയണത്. കാരണം എന്താ, അവരുടെ ശാരീരിക ഭാഷ വന്ന വ്യതിയാനം. അപ്പോൾ നമ്മുടെ ഡെമോക്രസിയിലല്ലേ നമുക്കൊക്കെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെന്ന് ചോദിച്ചാൽ ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്കതിൽ പ്രശ്നമില്ല. അതല്ല സ്ഥിതി. ശരീരം ഇന്ന ഈ മുട്ട് മടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു വിജാഗിരി വെച്ചിട്ട് മടക്കാനുള്ള സൗകര്യം ചെയ്യണോ? എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുട്ട് പിന്നാക്കല്ലേ മടക്കണത്, മുമ്പിലേക്കും കൂടി മടങ്ങിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? അപ്പോൾ ആ ക്രിയേറ്ററിനെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കണം. അപ്പോൾ ദൈവത്തിന് ഈ അങ്ങ് നല്ലൊരു ക്രിയേറ്ററാണ്, എൻ്റെ വക അങ്ങയ്ക്ക് ഒരു ഇൻഡപ്റ്റഡ്നെസ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അറിയില്ല പറയാൻ. ലോകനിയന്താവായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിൽ എന്ന് പ്രാർത്ഥിക്കണവർ എത്രയുണ്ട്? കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ പോരായ്മകൾ മാറ്റി തരണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതെങ്ങനെയാണ് കേൾക്കുമോ? ബാങ്ക് മാനേജർ അടുത്ത് പോയിട്ട് കരഞ്ഞത് കൊണ്ട് നമ്മൾക്ക് കാശ് കിട്ടുമോ? നമ്മുടെ അക്കൗണ്ടിൽ കാശ് വേണ്ടേ? പ്ലീസ് ബി എന്താ പറയുക, സ്ട്രോങ്, മനസ്സ് സ്ട്രോങ് ആവണം, വേണ്ടേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കഥാശ്രവണത്തിന് സ്ഥിരാസനം ആവശ്യമാണെന്ന് സിദ്ധിക്കുന്നു. ശ്രദ്ധായുക്തനും അഭിജ്ഞനുമായ ഒരു മുഖ്യ ശ്രോതാവില്ലാതെ കഥാകഥനം ശോഭനമല്ലായകയാൽ നല്ലൊരു ശ്രോതാവ് വേണം. ഒരു പ്രഭാഷകൻ എന്നുള്ള എനിക്ക്, എന്നോട് പലരും ചോദിക്കും, താൻ എങ്ങനെയാണ് ഈ ഫോൺ നോക്കിയിട്ട് ഇത്രയൊക്കെ അധികം സംസാരിക്കുന്നത്? സോ സിമ്പിൾ. കാരണം കാണാത്തത് വിശ്വസിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. കാണാത്തത് ഉണ്ട്. ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല, പക്ഷേ ഈശ്വരനെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പരിപൂർണമായിട്ട് ഞാൻ ധരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ 19,000 ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ സംഭാഷണം ചെയ്യുന്നത്.
അതൊരു ആർട്ടാണ്. അപ്പോൾ ശ്രദ്ധായുക്തനും അഭിജ്ഞനും ജ്ഞാനിയുമായ ഒരു മുഖ്യ ശ്രോതാവില്ലാതെ കഥാകഥനം ശോഭനമല്ലായകയാൽ. ഇത് എത്ര ആൾക്കാർക്ക് അറിയും? വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനെ മുഖ്യ ശ്രോതാവായി ഗോകർണൻ നിശ്ചയിച്ചു. ഇത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു സപ്താഹം നടന്നപ്പോൾ ഞാനൊരു 8-9 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ പേര് കേട്ട ഒരാൾ സ്കെയിലൊക്കെ വെച്ചിട്ടായിരിക്കുക. ഇത് വായിക്കുമ്പോൾ ഒരു വരി തെറ്റാൻ പാടില്ല. അപ്പോൾ ചില സമയത്ത് ആചാര്യനും ഈ മുഖ്യ ശ്രോതാവും കൂടി ആശയവിനിമയം ചെയ്യും. അങ്ങനെയല്ലേ? കാരണം ഈ ശ്രോതാവ് ചിലപ്പോൾ പ്രായത്തിൽ പ്രായം കൂടിയ ആളാവും, കേമനായിരിക്കും. പക്ഷേ പ്രായം കൊണ്ട് ചിലപ്പോൾ ശബ്ദിക്കാൻ സാധിച്ചൊന്നും വരില്ല. ആചാര്യൻ ചിലപ്പോൾ ചെറുപ്പക്കാരനാവാം. ഇന്ന് പ്രധാന ശ്രോതാവില്ല, കാരണം കമ്മിറ്റിക്കാർക്ക് അറിയില്ല, കാശ് ചിലവല്ലേ എന്ന് വിചാരിച്ച് മുണ്ടാണ്ടിരിക്കും. അപ്പോൾ ഗോകർണൻ മുഖ്യ ശ്രോതാവായി ഗോകർണൻ നിശ്ചയിച്ചു. പ്രഥമ സ്കന്ധം മുതൽ കഥയാരംഭിച്ചു. ശ്രോതാക്കന്മാരെല്ലാം ധരിക്കത്തക്ക വിധം സ്പഷ്ടമായിട്ട് വായിച്ചു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ കേട്ട സപ്താഹം മുഴുവൻ സ്പഷ്ടമായിട്ട് വായിച്ചവരാണോ? ഇല്ല. കാരണം എന്താ? അവിടെ മത്സരമാണ്. ആചാര്യൻ കിടന്നുറങ്ങി വന്നാൽ ആചാര്യൻ എന്തെങ്കിലും കഥയൊക്കെ പറയും, 4 പാട്ട് പാടും, പാടാനറിയണവരെ കൊണ്ട് 4 പാട്ട് പാടിക്കും. പിന്നെ വെച്ച് പിടിക്കണം അന്നത്തെ പാരായണം കഴിയണമെങ്കിൽ. അപ്പോൾ ദിവസാവസാനത്തിൽ സന്ധ്യാവന്ദന സമയത്തിൽ കഥ നിർത്തി. അപ്പോൾ അത്യാശ്ചര്യമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താ? സപ്താഹവിധി സാക്ഷാൽ ബ്രഹ്മദേവൻ ശ്രീ നാരദ മുനിക്ക് ഉപദേശിച്ച അവസരത്തിൽ, ശ്രദ്ധിക്കണം, ബ്രഹ്മാവ് നാരദ മുനിക്ക് ഉപദേശിച്ചപ്പോൾ നാരദൻ ബ്രഹ്മാവിനോട് ഇങ്ങനെ ചോദിച്ചു: കത്യധ്യായവാചനീയാ സപ്താഹേ പ്രത്യഹം പിതാ. ഹേ പിതാവേ, സപ്താഹപാരായണം നടത്തുമ്പോൾ ഓരോ ദിവസം എത്ര അധ്യായങ്ങളാണ് വായിക്കേണ്ടത്? അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടത് പറയണം, ധരിക്കണം. നാരദരുടെ ഈ ചോദ്യത്തിന് ബ്രഹ്മാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: പ്രഥമേ വരാഹാന്തം, ദ്വിതീയേ ഭരതാന്തകം, തൃതീയേ ശ്രീനൃസിംഹാന്തം, ചതുർത്ഥേ വംശവർണ്ണനം, പഞ്ചമേ ഗുരുലീലാന്തം, ഷഷ്ടേ ലീലാസമാപനം, സപ്തമേ ശുഖഭൂജാന്തം, സപ്താഹക്രമ ഈരിതാ. 1-ാം ദിവസം എത്ര വരെ, 2-ാം ദിവസം ഇത്ര വരെ, 3-ാം ദിവസം ഇത്ര വരെ, 4-ാം ദിവസം ഇത്ര വരെ, 5-ാം ദിവസം ഇത്ര വരെ, 6-ാം ദിവസം ഇത്ര വരെ, 7-ാം ദിവസം ഇത്ര വരെ എന്ന് നാരദനോട് ബ്രഹ്മാവ് പറയുണ്ടായിട്ടുണ്ട്. 1-ാം ദിവസം വരാഹാവതാരം വരെ. ഇനിയിപ്പോൾ ആ സംശയം വരരുത്, നിങ്ങൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1-ാം ദിവസം വരാഹാവതാരം വരെ, 2-ാം ദിവസം ഭാരതകഥ വരെ, 3-ാം ദിവസം നരസിംഹാവതാരം വരെ, 4-ാം ദിവസം വംശവർണ്ണനം വരെ, 5-ാം ദിവസം ഭഗവാന്റെ ഗുരുകുലവാസവും ഗുരുദക്ഷിണയും കഴിയുന്നത് വരെ, 6-ാം ദിവസം അവതാരലീലാ സമാപ്തി വരെ, 7-ാം ദിവസം ശ്രീശുഖപൂജ കഴിയുന്നത് വരെ. ഇതാണ് സപ്താഹ പാരായണക്രമം. ഇതിനെ അനുസരിച്ച് പ്രഥമ ദിവസ പാരായണം അവസാനിച്ചപ്പോഴാണ് ആശ്ചര്യകരമായ ഒരു സംഭവം ഉണ്ടായത്. അതെന്താണെന്നുള്ളത് അടുത്ത അധ്യായത്തിൽ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.